ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. മോഷണം പോയ സ്വർണത്തിന്റെ അളവിൽ അവ്യക്തത. കൂടുതൽ സ്വർണം കളവ് പോയതായി സംശയം. സ്മാർട്ട് ക്രിയേഷൻസ് വിജിലൻസ് നൽകിയ മൊഴിയും വിജിലൻസ് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലും കണക്കുകൾ വ്യത്യസ്തം. വിവരങ്ങളുമായി അൻഫിലിറ്റ് ഡിസൂസ ചേരുന്നു. അൻഫിലിറ്റ്, ഇന്നലെ വിജിലൻസ് നൽകിയ ഹൈക്കോടതി റിപ്പോർട്ടിൽ 474.9 ഗ്രാം സ്വർണം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ഇപ്പോൾ ആ പോയ സ്വർണത്തിലാണ് ഒരു അവ്യക്തത തുടരുന്നത്. അമ്പിളി, തീർച്ചയായും ഈ സ്വർണത്തിൻ്റെ, അതായത് നഷ്ടപ്പെട്ടു പോയ സ്വർണത്തിൻ്റെ കണക്കുകളിൽ പോലും കൃത്യത വരുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഏറ്റവും വ്യക്തമാകുന്നത്. അതായത് ഈ നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുന്ന സ്വർണത്തിൻ്റെ വ്യാപ്തി കൂടുമ്പോൾ ഓരോ ദിവസം പുറത്തു വരുന്ന കണക്കുകൾ മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ വ്യാപ്തി ഇപ്പോൾ പറയുന്നത് പോലെ ഈ ചില ഗ്രാമുകളിൽ മാത്രം ഒതുങ്ങുന്നതല്ല, അല്ലെങ്കിൽ 800 ഗ്രാമോ 500 ഗ്രാമോ മാത്രം ഒതുങ്ങുന്നതല്ല, അതിനപ്പുറത്തേക്കും കിലോയിലാണ് ഇത് വരുന്നത്. കിലോഗ്രാം കണക്കിന് സ്വർണം മോഷണം പോയി എന്നാണ് ഓരോ ദിവസവും പുറത്തു വരുന്ന രേഖകളിൽ നിന്നും ഈ കണക്കുകളിൽ നിന്നൊക്കെ കാര്യം മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വന്നത് ഈ ഉണ്ണികൃഷ്ണൻ ഈ പോറ്റിയുടെ പോറ്റി എത്രത്തോളം മോഷണം നടത്തിയിട്ടുണ്ട് എന്നതിനനുസരിച്ച് ഈ SIT ഓരോ ദിവസവും അന്വേഷണം നടത്തുകയാണ്. SITയിൽ നിന്നുള്ള അന്വേഷണം ഒരു ഭാഗത്ത് നിൽക്കുന്നു. അതിനപ്പുറത്തേക്ക് ദേവസ്വം വിജിലൻസ്, അതായത് നേരത്തെ തന്നെ സർക്കാർ ദേവസ്വം ബോർഡ് ആദ്യം നിശ്ചയിക്കുന്നത് ദേവസ്വം വിജിലൻസിൻ്റെയാണ്. ദേവസ്വം വിജിലൻസിൻ്റെ റിപ്പോർട്ടും ദേവസ്വം വിജിലൻസ് ഹൈക്കോടതി സമർപ്പിച്ച റിപ്പോർട്ടും തമ്മിൽ പരിശോധിക്കുമ്പോഴാണ് ഈ ഓരോ ദിവസവും പുറത്തു വരുന്ന കണക്കുകൾ എത്രത്തോളം വ്യാപ്തിയാണ്, ഈ മോഷണത്തിൻ്റെ അളവ് എത്ര വ്യാപ്തിയിലാണ് ഈ മോഷണം നടന്നിട്ടുള്ളതെന്ന് മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണമായി പറയുന്നത് ഇപ്പോൾ പുറത്തുനിന്ന് ചില കണക്കുകളാണ്. അതായത് ഈ ദേവസ്വം വിജിലൻസ് അന്വേഷണം നടത്തുമ്പോൾ ദേവസ്വം വിജിലൻസിന് സ്മാർട്ട് ക്രിയേഷൻസ് മൊഴി നൽകിയിരുന്നു. ഈ സ്മാർട്ട് ക്രിയേഷൻസ് മൊഴി നൽകിയത് സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ CEO ആയിരിക്കുന്ന പങ്കജ് ഭണ്ഡാരിയാണ് മൊഴി നൽകിയത്. അതിൽ അദ്ദേഹം പറയുന്നത് ആകെ 987 ഗ്രാം സ്വർണം മാത്രമാണ് ഉരുക്കിയെടുത്തത്, പാളികൾ ഉരുക്കിയത്. അതായത് ദ്വാരപാലക ശില്പത്തിൽ 14 പാളികൾ, ആ 14 പാളികളും അതിൻ്റെ സൈഡ് പാളികളും എല്ലാം കൂടി ചേർന്ന് 22 പാളികളുണ്ടായിരുന്നു. ഇത് ഉരുക്കിയെടുത്തപ്പോൾ ആകെ കിട്ടിയ സ്വർണം എന്ന് പറയുന്നത് 989 ഗ്രാം സ്വർണം മാത്രമാണ് എന്നാണ് സ്മാർട്ട് ക്രിയേഷൻസ് വിജിലൻസിന് മൊഴി നൽകിയത്. ആ രേഖയാണിപ്പോൾ, ആ മൊഴികളുടെ പകർപ്പാണിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്നാൽ അവിടെ മനസ്സിലാക്കേണ്ടത്, ഇതിനു മുമ്പ് ഹൈക്കോടതിയിൽ ദേവസ്വം വിജിലൻസ് ഒരു റിപ്പോർട്ട് നൽകിയിരുന്നു. ആ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഈ UB ക്രിയേഷൻസ് UB ഗ്രൂപ്പിൻ്റെ, അതായത് വിജയ് മല്യയുടെ ഗ്രൂപ്പായ UB ഗ്രൂപ്പിൻ്റെ റിപ്പോർട്ടും രേഖകളും ഒപ്പം തന്നെ ശബരിമലയിലെ മഹസറും ഒക്കെ ചേർത്താണ് ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയത്. ആ റിപ്പോർട്ടിൽ പറയുന്നത് ഈ ദ്വാരപാലക ശില്പത്തിൽ നിന്ന് മാത്രം, അത് കവർ ചെയ്യാൻ മാത്രം 1.5 കിലോ, അതായത് കൃത്യമായി പറയുകയാണെങ്കിൽ 1564 ഗ്രാം, 1.5 കിലോയിലേറെ സ്വർണം ആ ദ്വാരപാലക പാളികൾക്ക് വേണ്ടി മാത്രമായി ഉപയോഗിച്ചു എന്നാണ് ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയത്. അതിനുശേഷമാണ് ഈ സ്മാർട്ട് ക്രിയേഷൻസ്, അതായത് സ്വർണ്ണം ഒരുക്കാൻ ആരെയാണോ ഉണ്ണികൃഷ്ണൻ പോറ്റി ഏൽപ്പിച്ചത് അവിടുത്തെ CEO ഔദ്യോഗികമായി ഈ മൊഴി നൽകിയിരിക്കുന്നത്, വിജിലൻസ് മൊഴി നൽകിയിരിക്കുന്നത് വെറും 980. അത് എല്ലാം കൂടി സ്വർണ്ണം മൊത്തത്തിൽ കിട്ടിയത് അത്ര മാത്രമെന്നാണ്. അങ്ങനെയെങ്കിൽ അവിടെ പോലും 1 കിലോ 1.5 കിലോയുടെ സ്വർണത്തിൻ്റെ അളവിൽ മോഷണം പോയിരിക്കുകയാണ്. ഇത് ഒരിടത്ത് പോലും ഈ കുറവ് എവിടെയാണ്, ഈ 1 കിലോ അല്ലെങ്കിൽ 1.5 കിലോയോളം വരുന്ന സ്വർണത്തിൻ്റെ കുറവ് എവിടെയാണ് എന്ന് ഇതുവരെ ആർക്കും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അവിടെയാണ് SIT, അതായത് ഇപ്പോൾ സ്പെഷ്യൽ പ്രത്യേക അന്വേഷണ സംഘം, ഈ ലോ ആൻഡ് ഓർഡറിൻ്റെ ചുമതലയുള്ള ADGP H വെങ്കടേഷിൻ്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ നടത്തുന്നത്. അതിൽ ചുറ്റിപ്പറ്റിയുള്ള, കാരണം അതിലാദ്യം വ്യക്തത വരുത്തണം. അതൊരു പക്ഷേ ശാസ്ത്രീയ പരിശോധനകൾ, ഈ സ്വർണ്ണ പാളികളിൽ ശാസ്ത്രീയ പരിശോധനകൾ നടത്തിയാൽ മാത്രമേ എത്രത്തോളം സ്വർണ്ണമായിരുന്നു എന്നതിൽ പോലും ഈ പറയുന്ന 2 കണക്കുകൾ, ഈ സ്മാർട്ട് ക്രിയേഷൻസ് നൽകിയ മൊഴിയും ഒപ്പം തന്നെ ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയ കണക്കുകളും തന്നെ ഇപ്പോൾ മനസ്സിലാക്കുന്നത് 1.5 കിലോയുടെ സ്വർണ്ണത്തിൻ്റെ അളവാണ് കുറവ് വന്നിരിക്കുന്നത്. അതിനപ്പുറത്തേക്കുണ്ടോ എന്നതൊക്കെ തന്നെ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ മാത്രമേ ഈ SITക്ക് കണ്ടെത്താനാവുകയുള്ളൂ. അങ്ങനെയെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തിരുന്നു എന്ന് പറയുന്നത് വെറും 3 ഗ്രാം സ്വർണ്ണമെന്നാണ് ഇതുവരെ പറയുന്നത്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ ഈ പാളികൾ, അല്ലെങ്കിൽ ഇത് സ്വർണം പൂശാൻ അദ്ദേഹം വാങ്ങുമ്പോൾ, ഇത് ചെന്നൈയിലേക്ക് കൊണ്ടുപോകാനെന്ന് പറഞ്ഞ് അദ്ദേഹം വാങ്ങുമ്പോൾ ഇതിൽ 1 പൈസ പോലും വേണ്ട, സ്വന്തം ചെലവിൽ ഇത് ചെയ്യാമെന്നൊക്കെ പറഞ്ഞാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയിരിക്കുന്നത്. എന്നാൽ 1 പൈസ പോലും അദ്ദേഹം അതിൽ ഉപയോഗിച്ചിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഒരു സ്വർണവും ഉപയോഗിച്ചില്ല. പകരം ആ പാളികൾ ഉരുക്കിയെടുത്ത സ്വർണം എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോയത്, ഇത് ഉരുക്കിയെടുത്തത്, ഈ സ്മാർട്ട് ക്രിയേഷൻസ് പറയുന്ന കണക്കുകൾ, ദേവസ്വം വിജിലൻസ് കോടതിയിൽ നൽകിയ കണക്കുകൾ അങ്ങനെ വരുമ്പോൾ ഏറെക്കുറെ 1.5 കിലോയോ അതിനപ്പുറത്തേക്കോ സ്വർണത്തിൻ്റെ കണക്കുകൾ കൃത്യമായി
ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് പറയേണ്ടത്. അദ്ദേഹം എവിടെയാണ്, ആരുടെ കൈവശമാണ്, അത് എവിടെ പോയി എന്നത്. 1 ഗ്രാം സ്വർണ്ണമാണെങ്കിൽ പോലും അതിൻ്റെ വില എത്രയെന്ന് നമുക്കറിയാം. അതിനപ്പുറത്തേക്ക് കിലോ കണക്കിന് സ്വർണ്ണം, അത് അയ്യപ്പൻ്റെ, ശബരിമല അയ്യപ്പൻ്റേത്, അത് തന്നെയാണ് ഹൈക്കോടതിയും പറയുന്നത്. വലിയ രീതിയിലുള്ള കളവാണ് അവിടെ നടന്നിരിക്കുന്നത്. സ്വർണ്ണത്തിന്റെ കാര്യത്തിലാണ് എത്രയും പെട്ടെന്ന് വ്യക്തത വരേണ്ടത്. ഇപ്പോൾ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് 6 ആഴ്ചയ്ക്കകമാണ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്. ഈ സാഹചര്യത്തിൽ ഈ ദേവസ്വം കമ്മീഷണർ സുനിൽകുമാറിന്റെ നേതൃത്വത്തിൽ ആവശ്യപ്പെട്ടത് പ്രകാരവും SIT ഒരു പ്രത്യേക അന്വേഷണ സംഘം കേസെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കം ആർക്കൊക്കെ എതിരെയായിരിക്കും കേസുണ്ടാവുക? ഒപ്പം തന്നെ ചോദ്യം ചെയ്യൽ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് SITക്ക് പെട്ടെന്ന് നീങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടാകില്ലേ? ഉറപ്പായും അമ്പിളി, അതിനകത്ത് യാതൊരു സംശയമില്ല. കാരണം ഓരോ ദിവസവും പുറത്തു വരുന്നത് വലിയ രീതിയിലുള്ള ദുരൂഹതകൾ തന്നെയാണ്. ഈ അന്വേഷണ സംഘത്തിന്മേൽ സമ്മർദ്ദം ഒരു ഭാഗത്ത് നിൽക്കുകയാണ്, പ്രത്യേക അന്വേഷണ സംഘത്തിന്മേൽ. കാരണം എത്രയും വേഗം ആ റിപ്പോർട്ട് സമർപ്പിച്ചേ മതിയാവുകയുള്ളൂ. കാരണം ഹൈക്കോടതിയുടെ നിർദ്ദേശാനുസരണമാണ് ദേവസ്വം വിജിലൻസിന് അപ്പുറത്തേക്ക്, ദേവസ്വം വിജിലൻസിൻ്റെ അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുകയാണ്, അതിനപ്പുറത്തേക്കാണ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയും അതനുസരിച്ചാണ് സർക്കാർ ഈ ലോ ആൻഡ് ഓർഡർ ചുമതലയുള്ള ADGPയുടെ നേതൃത്വത്തിൽ അന്വേഷണ സംഘത്തെ രൂപീകരിക്കുകയൊക്കെ ചെയ്യുന്നത്. ഈ ദേവസ്വം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ SIT വലിയ രീതിയിലാണ് അവിടെ മൊഴി രേഖപ്പെടുത്തുന്ന അടക്കമുള്ള കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് കടന്നിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ് 1-ാം പ്രതി എന്ന കാര്യത്തിൽ സംശയമില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കം 9 ഉദ്യോഗസ്ഥരെ, നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്നത് 9 ഉദ്യോഗസ്ഥർക്കെതിരെയായിരിക്കും കുറ്റപത്രം സമർപ്പിക്കുക. അങ്ങനെയെങ്കിൽ ഈ വലിയ രീതിയിലുള്ള ഈ കളവിൻ്റെ വ്യാപ്തി എത്രത്തോളമാണ്, ദുരൂഹതകൾ എത്രത്തോളമാണ് എന്നത്. കാരണം ഇനിയും ദുരൂഹതകൾ മറന്നേക്ക് പുറത്തു വരേണ്ടതുണ്ട്. കാരണം ഇതിപ്പോൾ നിലവിൽ നമ്മൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി, അതിനപ്പുറത്തേക്ക് അന്നുണ്ടായിരുന്ന 2019 ഉണ്ടായിരുന്ന ദേവസ്വം കമ്മീഷണറും ഉദ്യോഗസ്ഥരും എക്സിക്യൂട്ടീവ് ഓഫീസറും അടക്കം ഇപ്പോൾ ഈ 3 പേരെ പ്രതി ചേർത്ത്, അല്ലെങ്കിൽ 3 പേർക്കെതിരെയാണ് ഇപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്ത് നിന്ന് അവർക്കെതിരെയുള്ള നടപടികൾ, അവരുടെ പെൻഷൻ അടക്കം നിർത്തലാക്കുന്ന അടക്കമുള്ള നടപടിയിലേക്ക് കടന്നിരിക്കുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് ആ 2019 ഉദ്യോഗസ്ഥരുടെ മാത്രം കയ്യിൽ ഒതുങ്ങുന്നൊരു കളവല്ല നടന്നിരിക്കുന്നത്. കാരണം ഓരോ ദിവസവും നമുക്കറിയാം ഈ റിപ്പോർട്ടിനനുസരിച്ച് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. അതുകൊണ്ട് തന്നെ SIT ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തലുകളുടെ വെളിച്ചത്തിൽ കൂടുതൽ നടപടി, നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കം 9 ഉദ്യോഗസ്ഥരെ പ്രതി ചേർത്തായിരിക്കും കുറ്റപത്രം സമർപ്പിക്കുക. പക്ഷേ ഓരോ ദിവസവും പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് കൂടുതൽ പേർക്കെതിരെ, ഇതിനപ്പുറത്തേക്ക് പുറത്തു വരാനിരിക്കുന്ന നിരവധി പേർ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അത് തന്നെയാണ് നേരത്തെ PS പ്രശാന്തിൻ്റെ വാക്കുകൾ, PS പ്രശാന്ത് പുറത്തുവിട്ട ചില വെളിപ്പെടുത്തലുകൾ, അതിനപ്പുറത്തേക്ക് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, മുൻ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ, ഇതൊക്കെ തന്നെ ചില പ്രത്യേക ആളുകളുടെ പേരുകൾ പറയുന്നുണ്ട്. പിന്നെ ഇവിടെ ഏറ്റവും എടുത്ത് പറയേണ്ടത് ഈ പ്രതിപക്ഷ നേതാവ് ഇടയ്ക്ക് സഭയ്ക്കകത്തും പുറത്തും പറഞ്ഞൊരു വാക്കാണ്, ഒരു കോടീശ്വരൻ്റെ വീട്ടിൽ ഇത് മുഴുവൻ ഈ കോടിക്കണക്കിന് സ്വർണം കൊണ്ടുപോയി ഒളിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് നിയമസഭയ്ക്കകത്ത് കടകംപള്ളി സുരേന്ദ്രൻ എതിർത്തുവെങ്കിൽ പോലും അങ്ങനെ അന്തരീക്ഷത്തിൽ നിന്ന് പെട്ടെന്ന് വന്നതല്ല ഒരു പരാമർശം എന്നത് ഉറപ്പാണ്. അതിനകത്ത് കൂടുതൽ പ്രതിപക്ഷ നേതാവായാലും ഒപ്പം തന്നെ സർക്കാരായാലും അവിടെയും പോലും അങ്ങനെ ഈ ഒളിഞ്ഞിരിക്കുന്നവർ അല്ലെങ്കിൽ മറഞ്ഞിരിക്കുന്നവരൊക്കെ തന്നെ പുറത്തു വരേണ്ടതാണ്. പക്ഷേ അത് എത്രത്തോളം സാധ്യമാകുമെന്നുള്ളതാണ്. കാരണം ഈ വിജിലൻസ് അന്വേഷണത്തിനപ്പുറത്തേക്ക് SIT അന്വേഷിക്കുമ്പോഴും ഈ പറയുന്ന മുഴുവൻ പ്രതികളും രംഗത്ത് വരുമോ എന്നാണ് അറിയേണ്ടത്. കാരണം അത് അത്ര ചെറിയ സാധനങ്ങളല്ല ഈ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പ്രതിപക്ഷം വളരെ ശക്തമായി തന്നെ BJP ആയാലും കോൺഗ്രസ് ആയാലും രംഗത്തുണ്ട്. 1-2 ദിവസം കൊണ്ട് ഇത് അവസാനിപ്പിക്കുന്ന ഒരു വിഷയമല്ല. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാകും. സ്വാഭാവികമായ പ്രതിഷേധത്തിനനുസരിച്ചുള്ള സമ്മർദ്ദം തന്നെയും അന്വേഷണ സംഘത്തിന് മേലും സർക്കാരിന് മേലും ഉണ്ടാകും. എത്ര പേരിലായിരിക്കും ഇനി ഈ കുറ്റപത്രം നിൽക്കുക? അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയോ 1-2 ഉദ്യോഗസ്ഥരിൽ മാത്രം ഒതുങ്ങുന്നതാണോ? അതിനപ്പുറത്തേക്ക് യഥാർത്ഥ കുറ്റവാളികൾ പുറത്തു വരുമോ എന്നാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത്. ശരി, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ്. മോഷണം പോയ സ്വർണത്തിന്റെ അളവിൽ ഇപ്പോഴും അവ്യക്തത തുടരുന്നു. കൂടുതൽ സ്വർണം കളവ് പോയതായാണ് സംശയം. സ്മാർട്ട് ക്രിയേഷൻസ് വിജിലൻസിന് നൽകിയ മൊഴിയും അതുപോലെ തന്നെ വിജിലൻസ് കോടതി നൽകിയ റിപ്പോർട്ടിലൊക്കെ കണക്കുകൾ വ്യത്യസ്തമാണ്. അതോടൊപ്പം തന്നെ ഈ ദേവസ്വം കമ്മീഷണർ സുനിൽകുമാറിന്റെ പരാതിയിലും പ്രത്യേക അന്വേഷണ സംഘം കേസെടുക്കും. ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ മറ്റ് ദേവസ്വം ഉദ്യോഗസ്ഥരൊക്കെ പ്രതികളാകും. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അൻഫ്രി ഡിസൂസ.